നമസ്കാരം. പൊതുവേദിയിലേക്ക് സ്വാഗതം. അർജുനായുള്ള രക്ഷാപ്രവർത്തനം ഊർജിതമായി തന്നെ പുരോഗമിക്കുകയാണ്. മാൽപേ സംഘം ഇപ്പോൾ പരിശോധന നടത്തുന്നു. 3 തവണ അവർ ഈ നദിയുടെ അടിത്തട്ടിലെത്താനുള്ള ശ്രമം നടത്തി. അർജുനെയും ലോറിയെയും ഒക്കെ കണ്ടെത്താനുള്ള ശ്രമം നടത്തി. അതിനിടയിൽ ചില പ്രശ്നങ്ങൾ വന്നു, വടം പൊട്ടി. അങ്ങനെ ഒട്ടനവധി പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ടും ഈ രക്ഷാദൗത്യം ശക്തമായി തന്നെ മുന്നേറുകയാണ്. ഈ ഘട്ടത്തിൽ അർജുന എത്രമാത്രം ആകാംക്ഷയോടുകൂടിയാണ് ഈ നാട് കാത്തിരിക്കുന്നത് എന്ന കാര്യം കൂടി നാം ഓർക്കേണ്ടതുണ്ട്. ഈ വിഷയത്തിൽ പ്രേക്ഷകർക്കും അവരുടെ അഭിപ്രായങ്ങളും ഒക്കെ പങ്കുവയ്ക്കാം. അർജുനു വേണ്ടി തിരച്ചിൽ നടത്തുന്ന ഈ സംഘത്തിന് അവരുടെ ആശംസകൾ അറിയിക്കാം. ഒപ്പം മനസ്സുകൊണ്ട് ഈ ദൗത്യത്തിനോടൊപ്പം ചേർന്ന് നിൽക്കുകയും ചെയ്യാം. എല്ലാവർക്കും ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. ഉടുപ്പിക്ക് സമീപമുള്ള മാൽപ്പയിൽ നിന്നെത്തിയ ഈശ്വർ മാൽപ്പേ യുടെ സംഘമാണ് ഇപ്പോൾ ഈ ഗംഗാവലിപ്പുഴയിൽ തിരച്ചിൽ നടത്തുന്നത്. സംഘത്തിൽ 8 പേരാണ് ഉള്ളത്. ഇവരിൽ 2 പേർ നദിയിൽ ഇറങ്ങി ആദ്യഘട്ടത്തിൽ പരിശോധന നടത്തി. ഇവരുമായി ടാങ്കറിൽ ഘടിപ്പിച്ചിരുന്ന കയർ പൊട്ടിയതായി ആദ്യഘട്ടത്തിൽ വിവരം വന്നു. ഒരാൾ ചെറിയ തോതിൽ ഈ പുഴയിൽ പെട്ടുപോയി. അങ്ങനെ എല്ലാവിധ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ടുള്ള ഈ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. വിവിധ ഉപകരണങ്ങൾ ഇതിനായി നമ്മൾ പ്രയോജനപ്പെടുത്തി. അണ്ടർ വാട്ടർ ക്യാമറകൾ തൊട്ട് ഒട്ടനവധി സാങ്കേതിക സംവിധാനങ്ങൾ നാം പ്രയോജനപ്പെടുത്തി. സൗമ്യ എന്നൊരു പ്രേക്ഷക പഞ്ചാബിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീമതി സൗമ്യ, പഞ്ചാബിൽ എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഗുഡ് ഈവനിങ്. ഏതായാലും അവിടെ ഇരുന്ന് നമ്മുടെ ഈ പൊതുവേദി കാണുന്നു എന്നറിയുന്നതിൽ തന്നെ സന്തോഷം. വലിയൊരു രക്ഷാപ്രവർത്തനം ഇവിടെ ഈ വെസ്റ്റ് കോസ്റ്റിൽ നടക്കുന്നു. വളരെ ആകാംക്ഷയോടുകൂടി നാട് അർജുനെ കാത്തിരിക്കുന്നു. ശ്രീമതി സൗമ്യക്ക് ആ കുടുംബത്തോടും ഈ രക്ഷാപ്രവർത്തകരോടും എന്താണ് പറയാനുള്ളത്? ഞാൻ എല്ലാ ദിവസവും കാണാറുണ്ട്. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു പ്രോഗ്രാമായിട്ട്. എനിക്ക് പ്രാർത്ഥനകൾ മാത്രമേ പറയാനുള്ളൂ. അവരോടൊപ്പം നമുക്കും പ്രാർത്ഥിക്കാം. ഈ ദൗത്യം എത്രയും പെട്ടെന്ന് വിജയം കാണട്ടെ എന്ന് ആശംസിക്കാം, അല്ലേ? അത് തന്നെ. എല്ലാ വിശ്വസും നേരുന്നു. അവർ എത്രയോ ദിവസങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുക. അപ്പൊ അവരുടെ കൂടെ നിൽക്കണം എല്ലാവരും. ഒരു കുറ്റപ്പെടുത്തലുകളും ഒന്നും അല്ല അവർക്ക് ആവശ്യം. എല്ലാവരോടും നമ്മുടെ സ്നേഹം അറിയിക്കേണ്ടത്. അവരെത്രയോ ദിവസങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുക അർജുന് വേണ്ടിയിട്ട്. അർജുന്റെ കുടുംബത്തിന് ഒരു ആശ്വാസം ആവട്ടെ എന്ന് വിചാരിച്ച് അവരിത്ര നാളുകൊണ്ട് പരിശ്രമിക്കുന്നു. അപ്പോൾ ഓരോരുത്തരും അവരെ കുറ്റപ്പെടുത്താതെ അവരുടെ കൂടെ നിൽക്കുകയാണ് വേണ്ടുന്നത്. അതെ, ഇത്തരം ഘട്ടങ്ങൾ നമ്മൾ നമ്മുടെ വ്യത്യാസങ്ങൾ ഒക്കെ മറക്കാനും ഒന്നിച്ചു നിൽക്കാനുമാണ് പ്രയോജനപ്പെടുത്തേണ്ടത് എന്ന സൗമ്യയുടെ വാക്കുകൾ വളരെ ശരിയാണ്. രാഷ്ട്രീയം മറന്ന്, മറ്റെല്ലാ വ്യത്യാസങ്ങളും മറന്ന്, സംസ്ഥാന അതിർത്തികൾ മറന്ന് ഒരു കൂട്ടായ്മയായി പ്രവർത്തിച്ചു കൊണ്ടുള്ള ഒരു വിജയമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, അല്ലേ? തീർച്ചയായിട്ടും അതാണ് വേണ്ടുന്നത്. വളരെ നന്ദി ശ്രീമതി സൗമ്യ അവിടെ നിന്ന് വിളിക്കുകയും അഭിപ്രായം പറയുകയും ചെയ്തതിന്. അനിയൻകുട്ടൻ എന്നൊരു പ്രേക്ഷകൻ എന്നോടൊപ്പം ചേരുന്നുണ്ട്. അനിയൻകുട്ടൻ എവിടെ നിന്നാണ് വിളിക്കുന്നത്? പത്തനംതിട്ടയാണ്. അനിയൻകുട്ടൻ എന്ത് ചെയ്യുന്നു? സാറേ, ആദ്യം നമസ്കാരം പറയുന്നത്. കഴിഞ്ഞ ദിവസം ഒന്നും വിളിച്ചിട്ട് കിട്ടിയില്ല. അത് കുറച്ച് ദിവസങ്ങളിൽ നമ്മളിത് പൊതുവേദിക്കാൾ അപ്പുറത്തേക്ക് ഈ രക്ഷാപ്രവർത്തനത്തിന്റെ വിശദാംശങ്ങൾ ആളുകളിലേക്ക് അറിയിക്കാൻ വേണ്ടി നമ്മൾ ആ ഒരു ശ്രമമായിരുന്നു. അതുകൊണ്ട് ആളുകളുടെ പ്രതികരണങ്ങൾ അങ്ങനെ എടുക്കുന്ന ഒരു പരിപാടിക്ക് കുറച്ച് മാറ്റിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. നമ്മുടെ ചാനൽ തന്നെ ഞാൻ കണ്ടോളൂ. ഇപ്പോഴും അത് തന്നെ വെച്ചേക്കുന്നത്. എപ്പോഴും അത് തന്നെ വെക്കുള്ളൂ. നല്ല ഇതാണ്. പ്രഷർക്ക് കാണാനും എടുക്കാനും എല്ലാം നിങ്ങൾ അറിയുന്നുണ്ട് സാറേ. ഇപ്പം ആദ്യമായിട്ട് അർജുന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ എന്നും രാവിലെ എഴുന്നേറ്റ് രാവിലെയും വൈകിട്ടും ഒരു തിരി കത്തിച്ച് അയ്യപ്പനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു, ദേവിയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അദ്ദേഹത്തെ ജീവനോടെ കിട്ടണമെന്ന്. അത്രയ്ക്കും വിഷമം. നമ്മളിപ്പം തന്നെ ആ ടിവിയിലും കണ്ടുകൊണ്ടിരിക്കുക. അത്രയും വിഷമം കൊണ്ട് ഇത്ര ദിവസമായി ആയിരക്കണക്കിന് മലയാളികൾക്കൊപ്പം അനിയൻകുട്ടന്റെ പ്രാർത്ഥനയും ഒരുപക്ഷെ നമുക്ക് അതൊരു വലിയ കരുത്താണ്. കാരണം എല്ലാവരും ഒരു മനസ്സോടുകൂടി ഇത് ആഗ്രഹിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും അത് വിജയം കാണും എന്നാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്, അല്ലേ? എന്റെ ചെറുക്കം വന്ന് പഠിത്തം കഴിഞ്ഞ് വന്നതെന്ന് വെച്ചാൽ അർജുൻ ചേട്ടയെ കിട്ടിയോ വരുന്നുണ്ടോ ചോദിക്കും. ഇപ്പോഴും എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. കിട്ടിയോ? ഞങ്ങൾ എന്നും വൈകിട്ട് അദ്ദേഹത്തിന് പ്രാർത്ഥിക്കുന്നു, ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എങ്ങനെയും ജീവനോടെ കിട്ടട്ടെ എന്നുള്ള ഒറ്റ പ്രാർത്ഥന. പിന്നെ നമ്മളിപ്പം വിവാദങ്ങളെ കൂടെ ഒന്നും പോകണ്ട. അദ്ദേഹത്തിന് കിട്ട എല്ലാ സംഭവവും നിങ്ങളുടെ ചാനലും സാറിന്റെയും ചാനലിന്റെയും നമ്മുടെ നാട്ടുകാരുടെയും എല്ലാവരെയും, സർക്കാരിന്റെ ആണെങ്കിലും കർണാടകയുടെ ആണെങ്കിലും എല്ലാവരും ഇപ്പം സജീവമായിട്ടെല്ലാം
നല്ല പ്രവർത്തനം ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന നല്ല പ്രവർത്തനം. ആ രീതിയിൽ പോട്ടെ. എല്ലാവരും ഇതുപോലെ സഹകരിച്ച് അർജുന്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഏതായാലും അനിയൻകുട്ടൻ്റെ പ്രാർത്ഥനകൾ അത് ഫലം കാണട്ടെ. ആ പ്രാർത്ഥനയ്ക്കൊപ്പം ഞങ്ങളുമുണ്ട് എന്നുകൂടി പറയുകയാണ്. രാധാകൃഷ്ണൻ എന്നൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം വിളിക്കുന്നു ചാത്തന്നൂരിൽ നിന്ന്. ശ്രീ രാധാകൃഷ്ണൻ, ഇത് 12ാം ദിവസമാണ്. മത്സ്യത്തൊഴിലാളികളാണ് ഇപ്പോൾ രംഗത്തുള്ളത്. മത്സ്യത്തൊഴിലാളികളുടെ കരുത്തൊരു തവണ നമ്മൾ കണ്ടതാണ്. നമ്മുടെ കേരളത്തിൽ ഇതുപോലെ ഒരു ദുരന്തമുണ്ടായപ്പോൾ അവർ രംഗത്തിറങ്ങിയതൊക്കെ ആ കരുത്ത് വീണ്ടും അവർ പ്രകടിപ്പിക്കുകയാണ്. ഒട്ടനവധി രക്ഷാദൗത്യങ്ങളിൽ വിജയം കണ്ടിട്ടുള്ളവരാണ്. നമുക്ക് വലിയ പ്രതീക്ഷയാണ് അവർ നൽകുന്നത്, അല്ലേ? തീർച്ചയായും. ഈശ്വർ മാൽപ്പയെ നമ്മൾ ഈശ്വരന്റെ പ്രതിപുരുഷനായിട്ടാണ് ഞങ്ങൾ ഈ സമയത്ത് കാണുന്നത്. അത് സത്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാരണം നമ്മുടെ മനുഷ്യനാൽ കഴിയുന്നതെല്ലാ സംവിധാനം പരാജയപ്പെടുമ്പോൾ അവിശ്വാസിയായിട്ടുള്ള ഒരാൾ പോലും, ഈശ്വരനിൽ വിശ്വസിക്കാത്ത ഒരാൾ പോലും അവസാനം വിളിക്കുന്നത്, നമ്മളൊരു വെള്ളത്തിൽ മുങ്ങി താഴുമ്പോൾ മരിക്കുവാൻ നേരത്ത് ഒക്കെ അവസാനം നമ്മൾ വെറുതെ അറിയാതെ വിളിച്ചു പോകുന്ന ഒരു പേരാണ് ഈശ്വര ദൈവമേ എന്നൊക്കെ. അപ്പോൾ ഈശ്വർ മാൽപ്പെ ഒരു ഈശ്വരന്റെ അവതാരമായിട്ട് നമ്മൾ കാണുന്നത്. കാരണം നമ്മളാൽ കഴിയുന്ന എല്ലാ സംവിധാനങ്ങളും അവിടെ, മനുഷ്യനാൽ കഴിയുന്ന എല്ലാ സംവിധാനങ്ങളും അവിടെ പരാജയപ്പെട്ടു കഴിഞ്ഞു. ഞങ്ങളെ പോലുള്ളവരുടെ ഭയം ഇപ്പോൾ സമുദ്രത്തിൽ നമുക്ക് ഇന്നും ചോദ്യചിഹ്നമായി, പ്രപഞ്ചത്തിന്റെ ചോദ്യചിഹ്നമായി അവശേഷിക്കുന്ന ഒട്ടേറെ അതിശയങ്ങൾ സമുദ്രത്തിലുണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ബെർമുഡ ട്രയാങ്കിൾ പോലെ അവിടെ അതിന് മുകളിലൂടെ പോകുന്ന വിമാനങ്ങളും കപ്പലുകളും ഒക്കെ കാണാതായി പോകുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിന് സമാനമായ ഒരു പ്രതിഭാസം ഭൂമിയിൽ ഉരുത്തിരിയുന്നോ എന്നുള്ള സംശയമാണ് ഈ 12 ദിവസത്തെ തിരച്ചിലിലും നമുക്ക് ആശങ്കയായി അവശേഷിക്കുന്നത്. ഭൂമിയിലെ ആദ്യത്തെ ഒരു ചോദ്യചിഹ്നമായിട്ട് ഒരു അവശേഷിക്കുകയാണ്. നമ്മൾ എന്തെല്ലാം, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലും ഒക്കെ നമ്മൾ കണ്ടു. നമ്മൾ ടണലിൽ ദുരന്തം കണ്ടു. ആമസോൺ വനത്തിൽ അകപ്പെട്ടു പോയ കുട്ടികളുടെ കാര്യം നമ്മൾ കണ്ടു. വിദേശത്ത് ഒരു ടണലിൽ ഉൾപ്പെട്ടു പോയ കുട്ടികൾ, അവരെ സഞ്ചാരികളെ രക്ഷപ്പെടുത്തിയത് നമ്മൾ കണ്ടു. ജാർഖണ്ഡിലെ ഖനിയിൽപ്പെട്ടു പോയ തൊഴിലാളികളെ നമ്മൾ രക്ഷപ്പെടുത്തിയത് കണ്ടു. പക്ഷേ 12 ദിവസമായിട്ടും നമുക്ക് ഈ പ്രപഞ്ചത്തിൽ കിട്ടാവുന്ന എല്ലാ സോഴ്സുകളും കണ്ടുപിടുത്തങ്ങളും ശാസ്ത്രങ്ങളും എല്ലാം വിനിയോഗിച്ചിട്ടും പ്രപഞ്ചം പിടിതരാത്ത ഒരു സത്യമായി നിലനിൽക്കുന്നുവെങ്കിൽ, ഏതായാലും ഒരു അത്ഭുതം ഈ മുമ്പുണ്ടായ സമയത്തുണ്ടായ പോലെ ഒരു അത്ഭുതം ഞങ്ങളും ഉറ്റുനോക്കുകയാണ്. അങ്ങനെ ഒരു അത്ഭുതം പ്രതീക്ഷിക്കുകയാണ്. അർജുൻ മടങ്ങി വരും എന്ന് ഞങ്ങൾ അത്രമാത്രം കേരളത്തോടൊപ്പം ആഗ്രഹിക്കുകയാണ്. കൊയിലാണ്ടിയിൽ നിന്ന് റഷീദ് നമുക്കൊപ്പം ചേരുന്നു. റഷീദ്, കേരളക്കര ഒന്നാകെ ഒരു മനസ്സായി ഒറ്റ ശബ്ദമായി അർജുന് വേണ്ടി നിലകൊള്ളുമ്പോൾ, ആ കുടുംബത്തോടൊപ്പം അവരുടെ വിഷമങ്ങളിൽ പങ്കെടുക്കുമ്പോൾ, അവരെ ചേർത്ത് പിടിക്കാനുള്ള ആ ഒരു മാനസികാവസ്ഥയിൽ നിൽക്കുമ്പോൾ ശ്രീ റഷീദിന് എന്തു പറയാനുണ്ട്? നമ്മുടെ പ്രിയപ്പെട്ട അർജുൻ എവിടെ? 12 ദിവസമായി നമ്മൾ സാധ്യമാവുന്ന എല്ലാ വഴികളിലൂടെയും എന്തൊക്കെ സാധ്യമാവും അതൊക്കെ ഉപയോഗപ്പെടുത്തുന്നത്, ശാസ്ത്ര സാങ്കേതിക വിദ്യ മുഴുവൻ, അതേപോലെ മറ്റുള്ള എല്ലാ മാനുഷികമായിട്ടുള്ള എല്ലാ സംഗതികളും ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മൾ തിരയുകയാണ്. ഇപ്പോഴും അതിന്റെ കഠിനമായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. ഈശ്വർ മാഷയുടെ നേതൃത്വത്തിലുള്ള 8 അംഗ സംഘം ഇപ്പോൾ പുഴയുടെ നടുവിലാണുള്ളത്. അവരും ഈ കഴിഞ്ഞ നേരങ്ങളിൽ, വളരെ ചുരുങ്ങിയ നേരങ്ങളിൽ അവർക്ക് സാധ്യമാവുന്ന എല്ലാത്തിന്റെയും വശങ്ങൾ പഠിച്ചുകൊണ്ടും മനസ്സിലാക്കിക്കൊണ്ടും ഇറങ്ങാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ എല്ലാ നിലയിലും പ്രാർത്ഥനയോടെ ഒരു നാട്, ഒരു കുടുംബം കഴിയുകയാണ്. 12 ദിവസമായി തീർച്ചയായും നമുക്ക് അനുകൂലമായ ഒരു സാഹചര്യം വന്നു ചേരും എന്ന് തന്നെയാണ് നാടും കുടുംബവും ഒക്കെ തന്നെ. അങ്ങേപോലെ ഞാനും ആ ദിവസം ഇന്ന് വൈകുന്നേരമാകട്ടെ, സൂര്യാസ്തമയത്തിന് മുമ്പെങ്കിലും നമുക്ക് ആ വാർത്ത കേൾക്കാൻ കഴിയട്ടെ, അത് അർജുനെ കണ്ടെത്തി എന്നുള്ള വാർത്ത കേൾക്കാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കാൻ. അംബിക തിരുവനന്തപുരത്ത് നിന്ന് വിളിക്കുന്നു. ശ്രീമതി അംബിക തിരുവനന്തപുരത്ത് എവിടെ നിന്നാണ് വിളിക്കുന്നത്? നരുവാൻമൂട്ടിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീമതി അംബിക, ഈ വാർത്ത ഒക്കെ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി കാണുന്നുണ്ടോ? ഇത് കാണുമ്പോൾ എന്ത് തോന്നുന്നു? സാറേ, എല്ലാ ദിവസവും കാണണേ. എനിക്കൊരു മോൻ നഷ്ടപ്പെട്ടത് കൊണ്ട് ആ അമ്മയുടെ വേദന കാണാൻ എനിക്ക് ശക്തിയില്ല. ഞാൻ ടിവിയുടെ മുമ്പ് ഇരുന്ന് കരയും. എന്നിട്ട് ഞാൻ 9 വർഷം കൊണ്ട് ഒരു ക്ഷേത്രത്തിലും പോകില്ല, ഒരു ദൈവങ്ങളെയും വിളിക്കൂല. ഈ അർജുനന് വേണ്ടി ഞാൻ എല്ലാ ദൈവങ്ങളെയും വിളിക്കുന്നു സാറേ. എങ്ങനെയെങ്കിലും ആ കുടുംബത്തിൽ അവർക്ക് എന്തെങ്കിലും കൊടുക്കണം. അത്രയ്ക്കും എനിക്ക് നെഞ്ച് പൊട്ടും കണ്ടുകൊണ്ടിരിക്കുമ്പോ എനിക്ക് പറയാൻ പോലും പറ്റുന്നില്ല സാറേ. ശ്രീമതി അംബികയുടെ പ്രാർത്ഥനകൾ കേൾക്കാതെ പോകില്ല ഒരു ഈശ്വരനും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏതായാലും
ആ ഒരു കുടുംബത്തോടൊപ്പം നിൽക്കാൻ അവർക്ക് ധൈര്യം പകരാനുള്ള ഈ വാക്കുകൾ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ശ്രീമതി അംബിക. യെസ്, ഏതായാലും കഴിഞ്ഞ 12 വർഷമായി ദൈവത്തോട് പിണങ്ങി നടന്ന അംബികയും പ്രാർത്ഥിക്കുകയാണെന്ന് അർജുൻ മടങ്ങി വരണം എന്ന വലിയ ആഗ്രഹത്തോടെ. വിജയൻ ഇടുക്കിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. ശ്രീ വിജയൻ, ഒരു അമ്മ അവരുടെ മകൻ നഷ്ടപ്പെട്ട വേദനയിൽ അവർ ദൈവത്തെയൊന്നും പ്രാർത്ഥിക്കാതിരുന്നു. അവർ വീണ്ടും പ്രാർത്ഥിക്കുകയാണ് വർഷങ്ങൾക്ക് ശേഷം ഈ അർജുൻ മടങ്ങി വരട്ടെ എന്ന്. ആ കുടുംബത്തിൻ്റെ വേദന അത്രമാത്രം ഉൾക്കൊണ്ടൊരു പ്രേക്ഷകയാണ് അവർ എന്ന് എനിക്കും ഉറപ്പാണ്. ശ്രീ വിജയന് എന്ത് പറയാനുണ്ട് ഈ കുടുംബത്തോടും ഈ രക്ഷാ ദൗത്യം നടത്തുന്ന സംഘത്തോടും? അർജുൻ മാത്രമല്ല, ആ പ്രകൃതിയുടെ ഉഗ്രതാണ്ഡവത്തിൽ ഈ ലോകത്തു നിന്ന് വേർപെട്ടു അർജുൻ മാത്രമല്ല, അവിടെ ചായക്കട നടത്തിയിരുന്ന ഒരു കുടുംബം, അതുപോലെ മറ്റാരും ഉണ്ടെന്ന് പറഞ്ഞു. എല്ലാവർക്കും അഗാധമായ ദുഃഖം ആ കുടുംബങ്ങളെ എല്ലാം അറിയിക്കുകയാണ്. കാരണം ഇങ്ങനെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ വരുമ്പോൾ ഇനിയേലും മനുഷ്യൻ അത് കരുതി അങ്ങനെയുള്ള ഇടങ്ങളിൽ നിന്ന് മാറി പോകാനെങ്കിലും തയ്യാറാകണം. പിന്നെ നമ്മുടെ സാങ്കേതിക വിദ്യകളൊക്കെ മതിയോ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും നമുക്ക് കൂടുതൽ അത്തരം വിഷയങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളും അനിവാര്യമായി വരും ദിവസങ്ങളിൽ. ശ്രീനിവാസൻ വിളിക്കുന്നത് കോഴിക്കോട് നിന്നാണ്. ശ്രീനിവാസൻ, കോഴിക്കോട് എവിടെ നിന്നാണ് വിളിക്കുന്നത്? കോട്ടുളിയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീനിവാസന് ഒരുപക്ഷെ ഇത് സംഭവത്തിൽ അകപ്പെട്ട അർജുൻ്റെ ബന്ധുക്കളെയൊക്കെ അറിയുമായിരിക്കാം, അല്ലെങ്കിൽ അവിടുത്തെ പരിസരമൊക്കെ അറിയുന്ന ഒരാളായിരിക്കാം. അതെ അതെ അതെ. എന്ത് പറയാനുണ്ട് ശ്രീനിവാസൻ? കരുത്തോടു കൂടി വളരെയധികം ദുഃഖമാണ് സാറേ. ഇതുപോലെ ഒരു സംഭവം ഇനി നടക്കാണ്ടക്കട്ടെ. പിന്നെ ഇതിന് ഒരു കാര്യം ഞാൻ ചോദിക്കുകയാണ്. നമ്മളെ സുരക്ഷാ സൈനികർക്ക് ഈ ഫില്ലറൊക്കെ വാർക്കുമ്പോൾ ചെയ്യുന്ന പോലെ ഈ മൺതിട്ടയ്ക്ക് ചുറ്റും എന്തെങ്കിലും ഒരു ഇത് വെച്ചിട്ട് അതിന്റെ വെള്ളം ഒഴിവാക്കിയിട്ട് ചെക്ക് ചെയ്തുകൂടെ? അല്ല, അതിനുള്ള ശ്രമങ്ങളുണ്ട്. പക്ഷേ ഈ ഒഴുക്ക്, അടിയൊഴുക്കാണ് ഇവിടെ വളരെ വളരെ ശക്തമായിരിക്കും. അതായത് ഈ 2 നോട്ട് എന്നുള്ള ആ ഒരു ശക്തിയിൽ കൂടുതൽ വന്നാൽ ഡൈവിങ് അല്ലെങ്കിൽ മറ്റു സാധനങ്ങൾ, അപ്പോൾ ഇവിടെ അത് 7 ആണ്. അപ്പോൾ എന്ന് വെച്ചാൽ അത്രമാത്രം ഇതാണ്. അപ്പോൾ നമ്മൾ ഈ പുഴയും മറ്റു കാര്യങ്ങളിലൊക്കെ ഇത് കെട്ടുമ്പോൾ സ്വാഭാവികം ഒഴുക്ക് കുറഞ്ഞ വേനൽക്കാലം പോലുള്ള സമയങ്ങൾ കണ്ടെത്തിയൊക്കെയാണ് അത് ചെയ്യുന്നത്. ഇത് അത്ര എളുപ്പമല്ല. മാത്രമല്ല ഇത് വളരെ നീളം, വീതിയുള്ള ഒരു പുഴ. അപ്പോൾ ഇതൊക്കെ കുറെ കൂടി സങ്കീർണമാണ് എന്നതും. പക്ഷേ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജും അങ്ങനെയൊക്കെയുള്ള സാങ്കേതിക സംവിധാനങ്ങളുടെ ഇതൊക്കെ പരീക്ഷിക്കുന്നുണ്ട്. അതെ, പാമ്പൻ പാലം ഉണ്ടാക്കിയില്ലേ സാറേ? എന്നിട്ടാണോ? അല്ല, അത് ഇപ്പോഴത്തെ ഒരു പ്രശ്നം ഈ കാലാവസ്ഥയാണ്. കാരണം തുടർച്ചയായി മഴ പെയ്യുന്നു. അപ്പോൾ വെള്ളത്തിന്റെ ആ ഒരു ഒഴുക്ക്, ഇതൊരു വേനൽക്കാലമല്ലല്ലോ. വേനൽക്കാലം പോലെ വേനൽക്കാലം അല്ല, അത് ശരിയാണ്. പക്ഷെ എന്നാലും ആ ജീവൻ എത്ര ജീവനോടെ കിട്ടുവാൻ വേണ്ടി മാത്രമാണ് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്. യെസ്, ഏതായാലും നമുക്ക് വളരെ വളരെ ശക്തമായി തന്നെ ആ കുടുംബത്തോടൊപ്പം നിൽക്കാം. ജലീൽ പാലക്കാട് നിന്ന് വിളിക്കുന്നു. ജലീൽ പാലക്കാട് എവിടെ നിന്നാണ് വിളിക്കുന്നത്? നന്മാറയിൽ നിന്ന്. ശ്രീ ജലീൽ, ഈ വാർത്ത സ്ഥിരം കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്ത് കാണുമല്ലോ. സ്വാഭാവികമായും അവിടെ നെന്മാറയിലൊക്കെ ആളുകൾ ഇത് ചർച്ച ചെയ്യുന്നുണ്ടാകുമല്ലോ. എന്താണ് അവിടുത്തെ ആളുകളുടെയൊക്കെ ഒരു പൊതു പ്രതികരണമായി വരുന്നത്? എങ്ങനെയെങ്കിലും ആ കുടുംബത്തിന് വേണ്ടി ആ കുട്ടിനെ ഒന്ന് രക്ഷിച്ചാൽ മതി. അതിന് കൂട്ടായ ഒരു ശ്രമം നടക്കുന്നു. അവർക്ക് എല്ലാ മാനസിക പിന്തുണയും നമുക്ക് കൊടുക്കാം. എല്ലാ ആശംസകളും നേരുന്നു. യെസ്, വളരെ വ്യക്തമാണ്. യെസ്, സതിരാജ് എന്നൊരു പ്രേക്ഷകൻ തിരുവനന്തപുരത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. സതിരാജ്, തിരുവനന്തപുരത്ത് എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ് സാർ, എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ സാർ, നമുക്ക് ജങ്കാർ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്, വാഹനങ്ങളെ അപ്പുറത്ത് ഇപ്പുറം എത്തിക്കുന്നത്. ആ ജങ്കാറിൽ അവിടെ ഇപ്പൊ 30 അടി 40 അടി താഴ്ചയില് മണ്ണ് കോരുന്ന യന്ത്രമുണ്ട്. ആ യന്ത്രം ഉപയോഗിച്ച് ആ ജങ്കാറിൽ കൊണ്ടുവന്ന് ആ സ്പോട്ടിൽ കൊണ്ടുവന്നിട്ട് ഈ മുങ്ങൽ വിദഗ്ധരെ അതും ആ കുഴൽ മാർഗം താഴോട്ട് എത്തിക്കാൻ പറ്റത്തില്ല എന്നാണ് എന്റെ ചോദ്യം. അല്ല, അത് ഇതിൻ്റെ ഒരു പ്രധാന പ്രശ്നം. ഞങ്ങൾ ഈ സൈനിക ഉദ്യോഗസ്ഥരുമായെല്ലാം ഇതിൻ്റെ വിശദാംശങ്ങളെല്ലാം ചർച്ച ചെയ്തു. പ്രത്യേകിച്ച് മേജർ ജനറൽ ഇന്ദ്രപാലിനും അതുപോലെ മേജർ ജനറൽ രാജേന്ദ്രനുമൊക്കെ ഈ ദൗത്യങ്ങൾക്കൊക്കെ നേതൃത്വം നൽകുന്നവരാണ്. അപ്പം ഇതിലൊരു വലിയ പ്രശ്നം ഈ പുഴയുടെ അടിയൊഴുക്കാണ്. അവിടെ സ്റ്റേബിളായി നിൽക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ ഈ മത്സ്യത്തൊഴിലാളികൾ അതിലേക്ക് വടം കെട്ടി ഇറങ്ങാനൊക്കെ ശ്രമിക്കുമ്പോൾ അവർ ഒലിച്ചു പോവുകയാണ്. എന്ന് വെച്ചാൽ ഒരു സാധാരണ മനുഷ്യന് നീന്തി പിടിച്ചു നിൽക്കാൻ കഴിയാവുന്നതിനപ്പുറത്തേക്കുള്ള കറണ്ട്, അണ്ടർ വാട്ടർ കറണ്ട് ഉണ്ട് എന്നുള്ളതാണ് ഈ വിഷയത്തിൽ ഒരു പ്രശ്നമായി നമുക്ക് വരുന്നത്. അംബിക എന്നൊരു പ്രേക്ഷക കൂടി നമുക്കൊപ്പം ചേരുന്നു. അംബിക ചാത്തന്നൂരിൽ നിന്നാണ് വിളിക്കുന്നത് അല്ലേ? അതെ. ഈ
വാർത്ത ശ്രീമതി അംബിക നിരന്തരം കാണാറുണ്ടോ ടി വിയിൽ? എന്താണ് ഇത് കാണുമ്പോൾ അംബിക ഒരു വീട്ടമ്മ അല്ലെങ്കിൽ ഒരു അമ്മ എന്ന നിലയിലൊക്കെ ചിന്തിക്കുമ്പോൾ എങ്ങനെയാണ് ഇത് കാണുന്നത്? പറഞ്ഞോട്ടെ സാറേ. ആ, ഞാൻ ടിവിയുടെ മുമ്പേന്നും മാറാറില്ല, രാത്രി ഉറക്കവും ഇല്ല. ഇത് കണ്ടുകൊണ്ട് ഏത് സമയവും രാവിലെ എഴുന്നേറ്റ് ടി വി ഇട്ട് അത് കണ്ടുകൊണ്ട് അവിടെ തന്നെ ഇരിക്കും. വിഷമമാണ്. പിന്നെ കുറച്ചു നേരം രാമായണം വായിക്കും. അതിനകത്ത് അർജുന്റെ പേരുണ്ട്. അതുകൊണ്ട് പിന്നെ 14 വർഷം വനവാസത്തിന് പോയിരുന്നില്ലേ? അപ്പോഴും 14-ാമത്തെ ദിവസത്തിന് മുമ്പ്, നാളെ 13, 14-ാമത്തെ ദിവസത്തിന് മുമ്പ് അർജുനെ കാണും എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. കണ്ടു കിട്ടും എന്നാണ് എന്റെ വിശ്വാസം. ഏതായാലും കേരളം എല്ലാ വീടുകളിലും ഇതുപോലെ പ്രാർത്ഥന നടക്കുന്നു, എല്ലാ പള്ളികളിലും പ്രാർത്ഥന നടക്കുന്നു. ഞാനും രാമായണം വായിക്കാൻ മാത്രമേ എഴുന്നേറ്റ് പോകത്തുള്ളൂ. വീട്ടിലെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. എല്ലാം ഈ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. ഇത്രേ ജനങ്ങൾ മരിക്കുന്നു. പക്ഷെ അർജുൻ മനസ്സിനകത്തങ്ങ് കയറി. എന്താണെന്ന് അറിഞ്ഞുകൂടാ. അർജുനന് വേണ്ടി പ്രാർത്ഥിക്കും. അർജുന്റെ കുടുംബത്തിനും എല്ലാവർക്കും. അതെ, ആ കുടുംബത്തിലെ കുഞ്ഞിന്റെ മുഖവും അമ്മയുടെ മുഖവും ഒക്കെ മനസ്സിൽ അങ്ങനെ വലിയ ആഴത്തിൽ മലയാളി ഏറ്റുപിടിക്കുകയാണ് അല്ലേ? അർജുന്റെ തന്നെ രാത്രി ഉറക്കത്തിലും എല്ലാം ഏത് സമയവും കരച്ചിലും പ്രാർത്ഥനയൊക്കെ തന്നെ. അർജുൻ ഈ 14-ാം തീയതിക്ക് മുമ്പ് നാളെ ആയിട്ട് എന്തെങ്കിലും വിവരം നമുക്ക് ഉറപ്പായിട്ടും കിട്ടുമെന്നാണ് എന്റെ വിശ്വാസം. ദൈവത്തിലെ ദൈവത്തിലെല്ലാം വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഉറപ്പായിട്ട് നമുക്ക് എന്തെങ്കിലും കിട്ടും. അവർക്ക് എല്ലാവർക്കും നമുക്ക് പറ്റത്തില്ലെന്ന് പറയുന്ന കാര്യം ചിലപ്പോൾ അവരെ കൊണ്ട് മത്സ്യത്തൊഴിലാളികൾ ഇറങ്ങി അവരെ കൊണ്ട് സാധിക്കും. നമ്മൾ മുക്കത്തില്ലെന്ന് വിചാരിക്കുന്ന കാര്യം തൃപ്തിയായിട്ടും സന്തോഷമായിട്ടും അത് കാര്യം നടക്കും എന്നാണ് എന്റെ വിശ്വാസം. ആ വിശ്വാസം യാഥാർത്ഥ്യമാകട്ടെ എന്നാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. ഞങ്ങളെല്ലാവരും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. സതിരാജ് നമുക്കൊപ്പം വീണ്ടും ചേരുന്നുണ്ട്. ശ്രീ സതിരാജ്, താങ്കൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ടെലിഫോൺ കട്ടായത്. തുടരാം. കട്ടായിപ്പോയി സാർ. അതാണ് എനിക്ക് പറയാനുള്ളത് സാർ. ആ വലിയ മിഷൻ ജങ്കാറിൽ കയറ്റി അവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ അടിയിലോട്ട് മുങ്ങൽ വിദഗ്ധർക്ക് വളരെ വലിയ ബുദ്ധിമുട്ടില്ലാതെ അടിയിലോട്ട് പോകാൻ കഴിയുമെന്നാണ് എന്റെ ഒരു വിശ്വാസം. അല്ല, ഇത് ഒന്നാമത്തെ കാര്യം, ഇത് 9 മീറ്റർ താഴ്ചയാണ് ഇത് നിൽക്കുന്നത്. 5 മീറ്ററെങ്കിലും ഇതിന്റെ ലോറിയുടെ മേൽത്തട്ടിലിന് മുകളിലേക്ക് നദിയുണ്ട്. അതിൻ്റെ താഴെയാണ് ഈ 4 മീറ്റർ ഓളം ഇതിൻ്റെ വാഹനമായി നിൽക്കുന്നു എന്ന ഒരു പ്രാഥമികമായ ഒരു കണക്കാണ്. ഇതെന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം, അവിടെ ഒരു വിസിബിലിറ്റി അവിടെ വല്ലാതെ ബാധിക്കും. കാരണം ഈ ചെളി കുത്തൊലിഞ്ഞു വരുന്നൊരു വെള്ളമാണ്. അതിൽ നിന്ന് നമുക്കൊന്നും പെട്ടെന്ന് അങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. അപ്പം നമ്മൾ ഈ ആകാശത്തു നിന്നൊക്കെ എടുത്തിട്ടുള്ള പിന്നെ സോണാർ ദൃശ്യങ്ങളൊക്കെ വെച്ചുകൊണ്ടൊക്കെ ഉള്ള ഒരു അനുമാനത്തിൻ്റെ പുറത്താണ് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഏതായാലും ഇതിലൊക്കെ വൈദഗ്ധ്യം നേടിയ ആളുകൾ അവിടെ നിൽക്കുന്നു. അതുകൊണ്ട് സ്വാഭാവികമായി നമ്മുടെ ഒരു അഭിപ്രായം അവിടെ ഇതിനേക്കുള്ള അഭിപ്രായങ്ങൾ അറിയിക്കും. ഞാൻ ചാനലിൽ ഞാനും ജീവൻ ടിവിയിലും ഒക്കെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ജങ്കാറിനകത്ത് ഈ മിഷൻ കയറ്റിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ അവിടെ വലിയ 30 അടി 40 അടി താഴ്ചയിൽ കൈ എത്തുന്ന ഒരു മിഷനാണ് അവിടെ ഉള്ള 2-3 മിഷൻ കൊണ്ടുവന്നത് നടത്തുന്ന. മിഷന്റെ സഹായത്തോടുകൂടി താഴോട്ട് ഇവർക്ക് മുങ്ങൽ വിദഗ്ധർക്ക് പോകാൻ പറ്റൂലെന്നാണ് താങ്കളുടെ അഭിപ്രായം. ഏതായാലും വളരെ വ്യക്തമാണ്. അത് അന്വേഷണ സംഘത്തിനോട് അവരും ഇത് കേൾക്കും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. നമ്മൾ അവരുമായി സംസാരിക്കുമ്പോൾ ഇത്തരം ആശയങ്ങൾ ആളുകൾ പങ്കുവെക്കുന്നതിനെ കുറിച്ച് പറയും. ജയകുമാറിന് എന്ത് പറയാനുണ്ട് ഈ കുടുംബത്തോടും ഈ രക്ഷാദൗത്യം നടത്തുന്ന വളരെ ധീരമായി മുന്നോട്ട് പോകുന്ന ഈ മത്സ്യത്തൊഴിലാളികളോടും സേനയോടുമൊക്കെ? നമസ്കാരം സാറേ. ഇത് 5-ാമത്തെ ദിവസം തോന്നുന്നു ഈ ചർച്ച. പക്ഷെ രാഷ്ട്രീയം പറയാതെ ഒരേ മനസ്സോടുകൂടി ജനം പ്രതികരിച്ച് കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നുന്നു സാർ. എങ്ങനെയെങ്കിലും ഇതിനെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ച് കിട്ടട്ടെ എന്നാണ് ഒരു വലിയ പ്രാർത്ഥന. രക്ഷാപ്രവർത്തകരെ കയറ് കെട്ടി ഇറങ്ങി പൊട്ടിയ ഉടൻ തന്നെ 100 മീറ്റർ അകലേക്ക് പോയി എന്നാണ് പറയുന്നത്. അപ്പൊ അവിടുത്തെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കാൻ ഭയങ്കര ഒഴുക്കാണ്. എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു സാർ, എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കട്ടെ, ഇതേ പറയാനുള്ളൂ. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. സൗമ്യ എന്നൊരു പ്രേക്ഷക നമുക്കൊപ്പം ചേരുന്നു. ശ്രീമതി സൗമ്യ മാവേലിക്കരയിൽ നിന്നാണ് വിളിക്കുന്നത് അല്ലേ? ഞാൻ സൗമ്യ മാവേലിക്കര. നമ്മളിപ്പോ ഈ 12 ദിവസം കൊണ്ട് അർജുനെ കാണാതായിട്ട് നമ്മൾ തെരച്ചിൽ നടത്തുന്നു. രാഷ്ട്രീയം നോക്കാതെയും അതുപോലെ തന്നെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് അദ്ദേഹത്തിന് തിരിച്ചു വരാൻ വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയോട് നിൽക്കുകയാണ്. അപ്പൊ ഒരുപാട് സങ്കടം തോന്നുന്നുണ്ട്. അതിൽ ഈ രക്ഷാപ്രവർത്തനം നടത്തുന്ന ഈ മത്സ്യത്തൊഴിലാളികൾ അവർക്കും ഒരാപത്തും കൂടാതെ ആ ഉദ്യമം പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നു.
അതെ അതെ അവർക്കും സുരക്ഷിതരായി ഇരിക്കണം, അവരും ഈ ദൗത്യത്തിൽ വിജയിക്കുകയും വേണം, ഒപ്പം സുരക്ഷിതരായിരിക്കും. വളരെ വളരെ കൃത്യമാണ് സൗമ്യയുടെ വാക്കുകൾ. അത് തന്നെയാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത്. ദുബായിൽ നിന്ന് ഒരു പ്രേക്ഷകൻ വിളിക്കുന്നു, അബ്ദുറഹ്മാൻ. പ്രവാസി ലോകം ഇത് എങ്ങനെയാണ് ഈ വാർത്ത കേൾക്കുന്നത്? ഹലോ, നമസ്കാരം സാർ. നമസ്കാരം. കുറെ കാലത്തിന് ശേഷം ലൈന് കിട്ടുന്നത്, അതും ഈ ഒരു സംഭവത്തിൽ, ഈ ദുഃഖത്തിന്റെ കാര്യത്തിൽ. ഈ പ്രവാസ ലോകം ഒന്നടക്കം ഇതിൽ വളരെ വിഷമത്തോടു കൂടി തന്നെ നിൽക്കുന്നത്. ടി വിക്ക് മുന്നിൽ നിന്നും കൊണ്ട് കിട്ടിയോ അറിഞ്ഞോ, ചില ആൾക്കാർ കാണാൻ പറ്റാത്തവർ വിളിച്ച് ചോദിക്കും വല്ലതും വിവരം കിട്ടിയോ എന്ന്. പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് കുറച്ച് ഒരു 5 ദിവസം മുൻപ് തുടങ്ങേണ്ടതായിരുന്നു. ഈ കടലിന്റെ മക്കൾ, അവർ മത്സ്യത്തൊഴിലാളികൾ എന്ന് വിളിക്കരുത്, ഈ കടലിന്റെ മക്കളെ അന്ന് ഏൽപ്പിച്ചതാണെങ്കിൽ ഇന്ന് അർജുൻ കരയിലെത്തിയിട്ടുണ്ടാകുമായിരുന്നു. അവര് കടലിന്റെ മക്കൾ ആണ്, അവർ നമ്മുടെ കാവൽ ആളുകളാണ്. അത് അവർ ഒന്നിലധികം തവണ എല്ലാ നിർണായക ഘട്ടത്തിലും അവർ തെളിയിച്ചിട്ടുള്ളതാണ്. മറ്റൊരു പ്രേക്ഷക കൂടി നമുക്കൊപ്പം ചേരുന്നതുകൊണ്ടാണ്. വളരെ നന്ദി അബ്ദുറഹ്മാൻ, അവിടെ നിന്ന് വിളിക്കുകയും അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്യും. നിമ്മി ചേരുന്നത് പാലക്കാട് നിന്നാണ്. പാലക്കാട് എവിടെ നിന്നാണ് ശ്രീമതി നിമ്മി വിളിക്കുന്നത്? ഞാൻ പാലക്കാട് പറളിയിൽ നിന്നാണ്. പറളി. അർജുനേട്ടന്റെ പ്രോബ്ലം ആയ ശേഷം വീട്ടിൽ ഒരു വർക്കും ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ ടിവിയുടെ മുന്നിൽ തന്നെ ഇരിക്കുകയാണ്. എന്താവും പറഞ്ഞിട്ട് കണ്ണടച്ചാലൊക്കെ അത് തന്നെയാണ് കാണുന്നത്. അവർക്കെങ്കിലും ഈ മിഷൻ സക്സസ് ചെയ്യാൻ പറ്റണേ, അതെ, അവർക്കെങ്കിലും ഈ മിഷൻ സക്സസ് ചെയ്യാൻ പറ്റണേന്ന് പറഞ്ഞിട്ട് ഞാൻ നേർച്ചയൊക്കെ എടുത്തിരിക്കുകയാണ്. അത് ശരി. ശ്രീമതി നിമ്മി എന്താണ് ചെയ്യുന്നത്? വീട്ടമ്മയാണോ അതോ എന്തെങ്കിലും ജോലി? ഞാൻ ഹൗസ് വൈഫാണ്. ഏതായാലും നേർച്ചകൾക്ക് ഒക്കെ ഫലം കാണാതിരിക്കില്ല എന്ന് ഞാനും ആഗ്രഹിക്കുകയാണ്. എവിടെയാണ് പ്രാർത്ഥിക്കുന്നത് സാധാരണ? ഞാൻ പള്ളിയിൽ പോവും. ഞാൻ ഇന്റർകാസ്റ്റ് ആണ്, അതുകൊണ്ട് ഞാനിപ്പോ പള്ളിയിൽ ഉച്ചയ്ക്ക് തുടങ്ങിയിട്ട് അല്ലാ വിളിച്ചിട്ട് ഇരിക്കുകയാണ്. കിട്ടണേ, അവര് ഓരോ മുങ്ങലിലും എനിക്ക് പ്രതീക്ഷയാണ് ഇപ്പൊ അർജുനേട്ടനെ കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞിട്ട്. ഏതായാലും അള്ളാഹുവിൻ്റെയൊക്കെ ആ ഒരു ശക്തി ഇവിടെ പ്രാർത്ഥന കേൾക്കും എന്ന് തന്നെയാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. വളരെ നന്ദി നിമ്മി, അവിടെ നിന്ന് വിളിക്കുകയും ഈ വിഷയത്തിൽ പ്രതികരിക്കുകയും ചെയ്തു. ദേവി എന്നൊരു പ്രേക്ഷക വിളിക്കുന്നത് കോഴിക്കോട് നിന്നാണ്. ശ്രീമതി ദേവി, കോഴിക്കോട് എവിടെ നിന്നാണ് വിളിക്കുന്നത്? കോഴിക്കോട് നിന്ന് വിളിക്കുന്നതാണ്. ഇത് ഞങ്ങളിപ്പോ ഇന്ന് കിട്ടും നാളെ കിട്ടും എന്നും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക. ഞാനിത് മിനിഞ്ഞാന്നിന്റെ തലേദിവസം ഇങ്ങനെ സ്വപ്നം കാണും, അർജുന്റെ ലോറി ഇങ്ങനെ വന്നിങ്ങനെ നിൽക്കുന്നേ. അന്നാണ് ഇത് കേട്ടെ, അർജുന്റെ ലോറിന്റെ സീനിൽ കണ്ടുവന്നു. പിന്നെ എനിക്ക് വിറയലും തുടങ്ങി. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ അടുത്ത് നിന്നപ്പോഴത്തേന് ഇല്ല, ഒന്നും കാണുന്നില്ല എന്ന് പറയുന്നു. ഭയങ്കര വെള്ളം നമുക്ക് കാണാം, ഇവിടെ കുത്തൊഴുക്ക് കാണാം, മഴ പെയ്യുന്നത് കാണാം, കാറ്റടിക്കുന്നത് കാണാം, എല്ലാം കാണുന്നുണ്ട്. പക്ഷെ ഇവനാണ് നമ്മുടെ ഉള്ളിൽ മുഴുവനും ഉള്ളത്. എന്ത് ചെയ്യാനാ? ഏതായാലും ആ ദൗത്യം വിജയിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലേ? ഉറപ്പായിട്ട് വിജയിക്കും. അവൻ വരും, അവനെ കിട്ടും എന്നുള്ളതാണ് നമ്മള് ഇന്ത്യ ചോട്ടിൽ നിന്ന് മാറുന്നതേ ഇല്ല. വളരെ വ്യക്തമാണ് ശ്രീമതി ദേവിയുടെ പ്രതികരണം. ഒപ്പം മറ്റൊരു പ്രേക്ഷകൻ ഇടുക്കിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഉടുപ്പിയിൽ നിന്നും ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. അനീഷാണ് ഉടുപ്പിയിൽ നിന്ന് ചേരുന്നത്. അനീഷ്, ഈ ഉടുപ്പിക്ക് സമീപമാണല്ലോ ഈ മാൽപ്പേ സംഘത്തിൻ്റെയൊക്കെ ഇടം. അവിടെ അപ്പോൾ അനീഷിന് അവരെയൊക്കെ അറിയാമോ? അത് എങ്ങനെയാണ് അവരുടെ പ്രവർത്തനങ്ങളൊക്കെ നേരത്തെ അറിയാമോ? അത് അവരെ സംബന്ധിച്ചൊക്കെ ഉള്ള കാര്യങ്ങൾ? തീർച്ചയായിട്ടും ഞാൻ ഈ ഈശ്വരനെ എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ്. അദ്ദേഹം ഒരുപാട് ഇത് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. ഇങ്ങനെ ഒരുപാട് സാഹസികമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ചെയ്തതാണ്. എന്റെ ഒരു അഭിപ്രായത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹത്തിന് നമ്മൾ ഈ പറഞ്ഞ ഈ ഇത് നടന്ന സമയത്ത് ഒരു 1-2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കെങ്കിലും ഇദ്ദേഹത്തിനെ കോണ്ടാക്ട് ചെയ്യുമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ അനിയനെ നമുക്ക് രക്ഷപ്പെടുത്താൻ എത്രയോ വേഗം രക്ഷപ്പെടുത്താൻ സാധിച്ചേനെ. ഇദ്ദേഹത്തിന് ഈ മുങ്ങിയെടുക്കാനൊക്കെയുള്ള വൈദഗ്ധ്യം സംഘത്തിനുണ്ടല്ലേ? അത് ഇതിന്റെ ഒരു കഴിവാണ്. അദ്ദേഹത്തിന് അത് എന്താണോ ദൈവത്തിന്റെ ഇതായിരിക്കാം, അദ്ദേഹത്തിന് അത് കൊടുത്തിട്ടുള്ള ഒരു വലിയൊരു ഇതായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നമ്മളിപ്പം എത്ര അടിയൊഴുക്കുള്ള സ്ഥലത്ത് പോലും അദ്ദേഹം ഇറങ്ങി പോകുന്നത് നീന്തി ആൾക്കാരെ കൊണ്ടുവരുന്നതായും ഞാൻ കണ്ടിട്ടുള്ളത് നേരിട്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ എത്രയും വേഗം ഇത് എനിക്ക് ഒരു 100% ഉറപ്പുണ്ട്. ഇത് അദ്ദേഹം തന്നെ ഇത് കണ്ടുപിടിക്കും, എത്രയും വേഗം ഇത് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ എന്നുള്ള ഒരു ഉറപ്പുണ്ട് എനിക്ക്. ദൈവം അനുഗ്രഹിക്കട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയുണ്ട്. കാരണം നമ്മള് പ്രളയമൊക്കെ വന്നപ്പോ കണ്ടല്ലോ, കടലിന്റെ മക്കൾ തന്നെയാണ് ഈ കാര്യങ്ങൾ ചെയ്തത്. ഈശ്വർ ഇതില് 100% വിജയം വരുമെന്ന് എനിക്ക് ഉറപ്പായിട്ട് പറയാൻ സാധിക്കുന്നുണ്ട്. വളരെ വ്യക്തമാണ് അത്. ഏതായാലും ഈശ്വർ മാൽപ്പയെ അടുത്തറിയാവുന്ന ഒരാളാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചിരുന്നത്. വലിയ ഒഴുക്കുകളിൽ നിന്ന് ആളുകളെ രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നതിന് താൻ ദൃക്സാക്ഷിയാണ് എന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നു. അനീഷ് ഉടുപ്പിയിൽ നിന്ന്.
അപ്പോൾ സ്വാഭാവികമായും ഈ വിജയം ഈ ദൗത്യവും ഒരു വിജയമാകും എന്ന വലിയ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് എല്ലാവരും ഉള്ളത്. ഗീത എന്നൊരു പ്രേക്ഷക കൂടി നമുക്കൊപ്പം ചേരുന്നു. ശ്രീമതി ഗീത ആലപ്പുഴയിൽ നിന്നാണ് വിളിക്കുന്നത് അല്ലേ? അതെ അതെ. ശ്രീമതി ഗീതയ്ക്ക് 12 ദിവസമായി. കഴിഞ്ഞു പോയ ദിവസങ്ങളെ കുറിച്ചൊന്നും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്, പക്ഷെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവിടുത്തെ സാഹചര്യമൊക്കെ നമ്മളെല്ലാം കാണുന്നുണ്ട്. എല്ലാവരും ഇങ്ങനെ അക്ഷമരായി ഇരിക്കുകയാണ്. എനിക്ക് പറയാനുള്ളത് അദ്ദേഹത്തിന്റെ ഭാര്യയെ കുറിച്ചാണ്. ആ പെൺകുട്ടി ഭയങ്കരമായ ക്ഷമ കാണിക്കുന്നുണ്ട്. ഒരു സഹനമാണ് അമ്മയും ഭാര്യയും മറ്റു കുടുംബാംഗങ്ങളും എല്ലാം. പക്ഷെ ഇനി എന്താണ് റിസൾട്ട് ആണെങ്കിലും സഫറിങ്സ് മുഴുവൻ ആ കുട്ടിക്കായിരിക്കും. അതേ ഉള്ളൊരു വിഷമം. അപ്പൊ അതിനൊരു നന്മ എല്ലാവരും കൂടെ ഉണ്ടാക്കി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതെ, ആ കുടുംബത്തോടൊപ്പം നമ്മളെല്ലാവരും നിൽക്കേണ്ടതുണ്ട്, അവരെ ചേർത്ത് പിടിക്കേണ്ടതുണ്ട്. അത് കേരളത്തിൻ്റെ ഒരു ഉറപ്പാണ്, അവർക്കൊപ്പം ഉണ്ടാകും എന്നുള്ളത്. നമ്മൾ നേരത്തെയും ഈ നാടൊന്നാകെ അത് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. രാജശേഖരൻ ഖത്തറിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ രാജശേഖരൻ ഖത്തറിൽ നിന്ന് വിളിക്കുമ്പോൾ ഈ മലയാളികളെമ്പാടും ലോകമെമ്പാടുമുള്ള മലയാളികൾ ഈ ദൗത്യം കാണുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരിതിൽ വളരെയധികം അവരും ഹൃദയം കൊണ്ട് ഇതിൻ്റെ ഭാഗവാക്കുകളാകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഖത്തറിലെ മലയാളി ഒപ്പം തന്നെ ഇന്ത്യക്കാരൊക്കെ ഈ വിഷയം എങ്ങനെയാണ് കാണുന്നത്? ശ്രീ രാജശേഖരൻ. ഹലോ. യെസ്, കേൾക്കാം. സാറേ നമസ്കാരം. നമസ്കാരം. കാരണം ഞാൻ ആദ്യമായിട്ട് പറയാനുള്ളതാണ്, ആ കുടുംബത്തോട് ഞാൻ എന്തായാലും ആ ദുഃഖത്തിനെ പങ്കുചേരുകയാണ്. കാരണം ഇത് വലിയൊരു ദുഃഖകരമായിട്ടുള്ള കാര്യമാണ്. നമ്മളെ ഇത്രയും വലിയൊരു അടിസ്ഥാനങ്ങളുള്ള ഇന്ത്യ മഹാരാജ്യത്ത് ഇത്രയും 12ാം ദിവസം 12 ദിവസം ഞാൻ TV ഇതുവരെ ഞാൻ ഓഫ് ചെയ്തിട്ടില്ല. കാരണം എന്താ പറഞ്ഞാൽ ഇത് ഞാൻ നിങ്ങളെ ഈ ചാനലാണ് കണ്ടോണ്ടിരിക്കുന്ന, മൊത്തം നിങ്ങളെ ചാനലാണ്. അതിൽ ഞാൻ നിങ്ങളുടെ നന്ദി പറയുകയാണ്. കാരണം ഇത് വളരെ ഒരു യുദ്ധ അടിസ്ഥാനത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ. ആദ്യത്തെ 3-4 ദിവസം ഇതിങ്ങനെ അവർ ഓരോ ഇത് വരും, മിലിറ്ററി പട്ടാളം വരും. അവർ ആദ്യമേ ഇത് നല്ലവണ്ണം ഇത് നടത്തിക്കൊണ്ട് പോയിരുന്നതൊക്കെ എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ കണ്ട മത്സ്യത്തൊഴിലാളി, അവർക്ക് നമ്മൾ അന്ന് നമ്മളെ കേരളത്തിൽ എന്ത് പ്രശ്നം വന്നാലും മത്സ്യത്തൊഴിലാളികളാണ് അവസാനം. ആലപ്പുഴ ഈ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോഴും ഈ വെള്ളപ്പൊക്കം വന്നപ്പോഴും എല്ലാത്തിനും അവരെ കൂടെ വന്നിട്ട് അവസാനം ഈ ആൾക്കാരെ രക്ഷിക്കാനുള്ള പക്ഷെ അവർക്ക് തോന്നിയ മനസാക്ഷി ഉണ്ടല്ലോ, ആ മനസാക്ഷി ഞാൻ ആദ്യമായിട്ട് അവരോട് നന്ദി പറയുകയാണ്. കാരണം ഇത് വളരെ ഒരു ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് ഇന്ത്യ ഗവൺമെന്റിന് ഇങ്ങനെയുള്ളൊരു ഇതില്ലയോ? എനിക്ക് എന്തെങ്കിലും ഇങ്ങനെ അത്യാസന്നഹമായിട്ടുള്ള കാര്യങ്ങൾ വന്നെങ്കിൽ ഇതിങ്ങനെ ഒരു സന്ദർഭത്തിൽ ഇത് ഇടപെടാനുള്ള ഇന്ത്യ മഹാരാജ്യത്ത് ഇല്ലയോ എന്നാണ് എന്റെ ചോദ്യം. യെസ്, ഏതായാലും നമുക്ക് അവർ ആ രക്ഷാദൗത്യത്തിന് ഇറങ്ങിയവർക്ക് ഒരു വലിയ അഭിവാദ്യം തന്നെ നൽകാം. ഗോപകുമാർ വിളിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ്. ഗോപകുമാർ, നമ്മുടെ സമയം അവസാനിക്കാറായി. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഈ നാടിനോട് ഗോപകുമാറിന് എന്ത് പറയാനുണ്ട്? ആ കുടുംബത്തോടൊപ്പം ഞങ്ങളും നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന് പറയാനല്ലേ ഗോപകുമാറും ആഗ്രഹിക്കുന്നത്? തീർച്ചയായും ഞാൻ നിങ്ങളുടെ ഈ പ്രോഗ്രാം കാണുന്ന ആളാണ്. ന്യൂസ് 8 ആദ്യം നന്ദി പറയുകയാണ്. കാരണം ഇത്രത്തോളം വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് കാണുമ്പോൾ തന്നെ വളരെ സന്തോഷമുണ്ട്. പിന്നെ നമ്മുടെ കേരളത്തുകാർ മൊത്തം ഈ ഒരു അവസ്ഥയിൽ വളരെ ദുഃഖിതരാണ്. എത്രയും പെട്ടെന്ന് ആ പയ്യനെ കിട്ടരുതെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഞങ്ങൾ ക്ഷേത്രങ്ങളെല്ലാം പോകുമ്പോഴൊക്കെ ആ പയ്യനോട് ശരിക്കും പ്രാർത്ഥിക്കാറൊക്കെ ഉണ്ട്. എങ്ങനെയെങ്കിലും പയ്യനെ കിട്ടട്ടെ. നമ്മുടെ ആർമിയെയും നേവിയെയും എല്ലാം ഞങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യാണ്. പിന്നെ ഇപ്പൊ വന്ന മാൽപേ അവരെയും ഞങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യാണ്. പെട്ടെന്ന് പയ്യനെ കണ്ടട്ടെ. വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഒരു നാട് മുഴുവൻ ഒരേ സ്വരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. പള്ളികളിൽ എന്ന് വ്യത്യാസമില്ലാതെ, അമ്പലങ്ങളിൽ എന്ന് വ്യത്യാസമില്ലാതെ എല്ലായിടത്തും പ്രാർത്ഥനകൾ ശക്തമാവുകയാണ്. വീടുകളിൽ ആളുകൾ TV ഓഫ് ചെയ്തു വയ്ക്കാതെ ഏത് നിമിഷം അർജുനനെ കിട്ടും എന്ന തികഞ്ഞ ആത്മവിശ്വാസത്തിൽ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് അധിക നാൾ അർജുന് കാടാമറയത്ത് നിൽക്കാനാകില്ല, തിരിച്ചു വന്നേ മതിയാകൂ. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. കേരളം അർജുനോടൊപ്പം എന്നുറക്കെ പ്രഖ്യാപിക്കാൻ കൂടി ഈ വേദി സഹായകമായി എന്നതിൽ ചാരുതാർത്ഥ്യത്തോടു കൂടി നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.